റിപ്പോർട്ടിലെ മൊഴികളെക്കുറിച്ചാകട്ടെ അതിജീവിതകളുടെ വെളിപ്പെടുത്തലുകളെക്കുറിച്ചാകട്ടെ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വരുന്ന ചില പ്രതികരണങ്ങളുണ്ട്. ആൺ ബോധത്തിൽ നിന്ന് വരുന്ന ഉത്തരവാദിത്തമില്ലാത്ത കമൻറ്റുകളാണവ. ഇരയ്ക്കും വേട്ടക്കാർക്കും ഒപ്പം നിൽക്കേണ്ടി വരും എന്ന് പറയുന്ന ഒരു നടന്റെ പ്രതികരണം കൂടി കേൾക്കും. ഈ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ അംഗീകരിക്കുന്നുണ്ട്. അത് പക്ഷേ ഇവിടെ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളായിട്ട്. ഞാൻ എപ്പോഴും ഇവിടെ ഞാൻ എല്ലാവരുടെ ഒപ്പമാണ്. ഇപ്പൊ പീഡിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്ന സ്ത്രീയുടെ ഒപ്പം എനിക്ക് നിൽക്കേണ്ടി വരും. പീഡിപ്പിച്ചു എന്ന് ഒരു സ്ത്രീ ഒരു വ്യക്തിയെ ചൂണ്ടി പറയുന്നുണ്ടെങ്കിൽ അവന്റെ കൂടെയും നിൽക്കേണ്ടി വരും. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. ഡ്രഗ്സ് ഉപയോഗിക്കുന്നത് നിയമപരമാണ്. മദ്യവും സിഗരറ്റും ഡ്രഗ്സ് അല്ലേ? മദ്യവും സിഗരറ്റ് അത് നിങ്ങൾ എന്റെ അടുത്ത് ചോദിച്ചില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, മദ്യവും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വേൾഡ് മോസ്റ്റ് വോസ്റ്റ് ഡ്രഗ്സ് എന്ന് പറഞ്ഞ് ഗൂഗിളിൽ അടിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വരുന്ന ഏതൊക്കെയാണെന്ന് അറിയും? സിഗരറ്റും ഡ്രിങ്ക്സും വോസ്റ്റ് ഡ്രഗ്സ്. അതിന് താഴെ നിങ്ങൾ പറയുന്ന ഈ സാധനങ്ങളൊക്കെ വരുന്നുള്ളൂ. അതിനെന്താ ഞാൻ പറയണ്ടപ്പോ? അപ്പൊ ഞാൻ ചോദിക്കട്ടെ, മദ്യവും എന്റെ മുന്നിൽ ഡ്രഗ്സ് ആണ്. മദ്യവും പുകവലിയും അല്ലെങ്കിൽ സിഗരറ്റും ഡ്രഗ്സ് ആണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡ്രഗ്സിന്റെ വിഭാഗത്തിൽ പെടും. അതല്ലേ ഞാൻ പറഞ്ഞത്. ഒന്ന് വിളിച്ചോണ്ട് പോടോ. എല്ലാ കാലത്തേക്കും ബാധകമായ എന്നാൽ വർത്തമാനകാലത്ത് കൂടുതൽ ചർച്ചയാകുന്ന ചില രാഷ്ട്രീയ ശരികളുണ്ട്. ജാതി, മത, വർണ്ണ, ലിംഗ വിവേചനങ്ങളെക്കുറിച്ച് തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മുൻ തലമുറ ഇത്തരം കാര്യങ്ങൾ വേണ്ട വിധം മനസ്സിലാക്കാതെ പോയതിന് ഇരകളാക്കപ്പെട്ടവർ നിരവധിയാണ്. അവരുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ ശരികൾ സ്വായത്തമാക്കുകയാണ് വേണ്ടത്. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.